ഇത് ഒരു പുതിയതരം കൃഷി രീതിയാണ്, സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയതരം കൃഷി രീതിയാണ് ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ഡീപ്പ് വാട്ടർ കൾച്ചറിൽ ഇതാണ് തെർമോക്കോളാണ്, കണ്ടോ? വെറും തെർമോക്കോളിൽ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇത് സ്പോഞ്ച് പോലൊരു സാധനമാണ്, ഒയാസിസ് ക്യൂബ് എന്നാണ് പറയുന്നത്. ആ സ്പോഞ്ച് നമ്മൾ ഇറക്കി വെക്കുക, ആ സ്പോഞ്ചിൽ നമ്മൾ വിത്തിട്ടിട്ട് ഇങ്ങോട്ട് നീക്കും. അതേപോലെ അടുത്ത ദിവസം വീണ്ടും ഒരു സ്പോഞ്ച് ഇട്ടിട്ട് അതിനകത്ത് വീണ്ടും വിത്തിട്ട് അങ്ങോട്ട് നീക്കും. ഈ സാധനം ഏറ്റവും അറ്റത്തുമ്പോൾ നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും അറ്റത്ത് നമുക്ക് ഡെയിലി ഹാർവസ്റ്റിംഗ് ചെയ്യാം, ഡെയിലി നമുക്ക് വിത്ത് വിടാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൃഷി രീതിയാണിത്. ഇതിനകത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അകത്താണ് നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ചെറുതിനും വലുതിനും ഒരേ ന്യൂട്രിയൻസ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് 7 വീക്സ് വരെയുള്ള പ്ലാൻ, 7 ആഴ്ച വരെയുള്ള പ്ലാന്റ്സ് നമുക്ക് ഇതിനകത്ത് വളർത്താൻ പറ്റും. അപ്പോൾ അതിനേക്കാൾ മികച്ചൊരു കൃഷി രീതിയാണ് ഇത്. സർക്കാർ എയറോ ടവർ എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് നമ്മൾ ബക്കറ്റ് കണ്ടോ, ഈ ബക്കറ്റിൻ്റെ അകത്താണ് ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുന്നത്. ഈ ബക്കറ്റിനകത്ത് ന്യൂട്രിയൻസ് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അതിനകത്തൊരു ടൈമറുള്ള മോട്ടറാണ്. ആ മോട്ടർ വഴി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും വെള്ളം. 10 മിനിറ്റ് കഴിയുമ്പോൾ നിൽക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും, വീണ്ടും ഓൺ ആവും, പിന്നെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെടി വളരും തോറും നമുക്ക് ന്യൂട്രിയൻസ് കൂട്ടിക്കൊണ്ടിരിക്കും. കണ്ടോ, എല്ലാം സ്പോഞ്ചിലാണ് കാണാമല്ലോ. ഇതിൻ്റെ റൂട്ട് താഴോട്ട് അങ്ങ് ഇറങ്ങിക്കോളും, കണ്ടോ? ഇതുവഴി നമുക്ക് എല്ലാ തരം കൃഷി രീതികളും നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് എയറോ ടവർ എന്ന് പറയുന്നതാണ്. എയറോ ടവർ അത് ഡീപ്പ് വാട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് പക്ഷേ 7 വീക്സ് വരെയുള്ള പ്ലാന്റ് ചെയ്യാം. കാരണം ചെറുതിനും വലുതിനും എല്ലാം ഒരേ ന്യൂട്രിയൻസ് അല്ലേ കിട്ടുന്നത്. നമ്മൾ സാധാ ഈ ഒരു കൃഷി രീതി എന്തുകൊണ്ടാണ് പ്രോത്സാഹിക്കുന്നത് വെച്ചാൽ മണ്ണില്ല, മണ്ണ് വഴിയാണ് ഈ പറയുന്ന കീടങ്ങളും ഒക്കെ വരുന്നത്. അതാകുമ്പോൾ കീടനാശിനി അടിക്കാതെ വിഷമില്ലാത്ത പച്ചക്കറി വീട്ടുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ കൃഷി രീതി. ഇതിൻ്റെ അകത്ത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ചെടികളൊക്കെ നമുക്ക് നടാൻ പറ്റും. 7 വീക്സ് വരെയേ പറ്റത്തുള്ളൂ. കാരണം ചെറുതിനും വലുതും ഒരേ ന്യൂട്രിയൻസാണ്. ഇതിനകത്താകുമ്പോൾ നമുക്ക് ന്യൂട്രിയൻസ് വളരും തോറും കൂട്ടിക്കൊണ്ടുവരും. ഈ ബക്കറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ മതി. നമുക്ക് PVC പൈപ്പ്, ഇത് പാലക്ക ചീര. അപ്പൊ ഇത് നമുക്ക് വീട്ടിൻ്റെ അകത്ത് ചെയ്യാം. ഇതുപോലെ സെറ്റ്. ഇത് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്ന സാധനമാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ന്യൂട്രിയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് കോക്കോപിറ്റിന്റെ അകത്ത് വിതറിയിടുക. ഇത് തൈ വിൽക്കാൻ വേണ്ടിയല്ല, ഇത് ന്യൂട്രിയൻസിന്റെ സാധനമാണ്, വിത്തല്ല. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മൈക്രോ ഗ്രീൻസിൻ്റെ അകത്ത് വിത്തിട്ടിട്ട് നമ്മൾ അതേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് 2 ലീഫ് വരുമ്പോഴേ നമുക്ക് ഹാർവസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് ഇതാണ്. ഇതിനകത്ത് നമുക്ക് തക്കാളി ഉൾപ്പെടെ ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളർത്തി നമുക്ക് തക്കാളി ഉൾപ്പെടെ ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ഇതിട്ടാൽ മതി, ട്രെയിൽസ് താഴോട്ട് പടർന്ന് കയറാൻ വേണ്ടി ഒരു സാധനം ഇട്ടാൽ മതി. അതിന് തക്കാളി ഉൾപ്പെടെ ഇതേപോലെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇത് ന്യൂട്രിയൻ ഫിലിം ടെക്നിക്ക് എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനകത്തും ഇതേപോലെ താഴെ വെള്ളത്തിൽ മിക്സ് ചെയ്യും ന്യൂട്രിയൻസ്, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊന്നും മണ്ണ് വേണ്ട, എല്ലാം മണ്ണിലാണ്. കണ്ടോ, മണ്ണില്ലാത്ത കൃഷി, എല്ലാം സ്പോഞ്ചിലാണ്. ഒയാസിസ് ക്യൂബ് എന്ന് പറയുന്ന സ്പോഞ്ചിലാണ്. ഇതിങ്ങനെ ഇതിൻ്റെ അകത്തൂടെ വെള്ളം വീണോളും. ഇതിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ടൈമർ ആയതുകൊണ്ട്